ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. പ്രഭാഷകൻ 29-ാം അധ്യായം 23-ാം വാക്യം. ഇന്നത്തെ കാലത്ത് എല്ലാവരും കിട്ടിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയാതെ കിട്ടാത്തതിനെ ചൊല്ലി ആശങ്കപ്പെടുന്നവരാണ്. ശരിയല്ലേ? ഒരു മീറ്റിംഗ് നടക്കുകയാണ്. ഒരു ചോദ്യം സ്ത്രീകൾക്കായി ചോദിച്ചു. ഇന്നുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് സാമ്പത്തിക മേഖല മെച്ചപ്പെടുത്തി സമാധാനത്തോടെ ജീവിക്കാൻ സഹായിക്കലാണ് ലക്ഷ്യം. ചോദ്യകർത്താവ് ചോദിച്ചു, ഇന്നത്തെ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷവതിയായവർ ഉണ്ടോ? കാരണം പറയണം. ഉത്തരം പറയാൻ എണീറ്റപ്പോൾ എങ്ങനെ അടക്കിച്ചിരികൾ എല്ലായിടത്തുമുണ്ട്. മാഡം, സന്തോഷവതിയാണ്. കാരണം എന്നേക്കാൾ ഉയർന്നവരെ പറ്റി ചിന്തിക്കുമ്പോൾ ഒരു മനസ്സമാധാനവുമില്ല. എന്നാൽ എന്നേക്കാൾ താഴ്ന്നവരെ പറ്റി ചിന്തിക്കുമ്പോൾ ഉള്ളതുകൊണ്ട് സ്വർഗത്തിലാണ് ജീവിക്കുന്നത്. വെറുതെ ശ്വസിക്കുന്ന ഓക്സിജനും വിലയുണ്ട് എന്ന് നമ്മെ പഠിപ്പിച്ചതായിരുന്നു കോവിഡ് എന്ന മഹാമാരി. അങ്ങനെ നമ്മൾ ഓരോന്നിനും നന്ദി പറയാൻ തുടങ്ങുമ്പോൾ ഈ ഒരായുസ് മതിയാകുമോ ദൈവത്തോട് നന്ദി പറയാൻ? ഒരു കാട്ടിൽ കാക്ക താമസിച്ചിരുന്നു. അവൻ തീറ്റ തേടി പോകൽ നിർത്തി. ആരു പറഞ്ഞിട്ടും അവൻ കരച്ചിൽ നിർത്തുന്നില്ല. എല്ലാവരും ആശ്വസിപ്പിച്ചെങ്കിലും അവൻ കരച്ചിൽ നിർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം മരത്തിനടിയിലിരുന്ന ഒരു സന്യാസിയുടെ മേൽ കാക്കയുടെ കണ്ണീർ വന്നു വീണു. സന്യാസി നോക്കിയപ്പോൾ, എന്തിനാ നീ കരയുന്നേ? അതോ, ഞങ്ങൾ കറുപ്പു നിറമല്ലേ, ഞങ്ങളെ കാണുമ്പോഴേ എല്ലാവരും ആട്ടിയോടിക്കും, കഴിച്ചതിൻ്റെ ബാക്കിയേ കിട്ടൂ, നല്ല ഭക്ഷണം കിട്ടുന്നില്ല. സന്യാസി പറഞ്ഞു, നീ കരയല്ലേ, ആയിരിക്കുന്ന അവസ്ഥയെ മനസ്സിലാക്കി സന്തോഷത്തോടെ ഇരുന്നാലേ ജീവിക്കാൻ പറ്റൂ. ഇതുതന്നെയാണ് എൻ്റെ അച്ഛനും അമ്മയും കൂട്ടുകാരും പറഞ്ഞത്. എനിക്കത് അംഗീകരിക്കാൻ പറ്റുന്നില്ല. മാത്രമല്ല, ഞങ്ങൾക്ക് മാത്രമാണ് ഈ ദുരവസ്ഥയുള്ളൂ, ബാക്കി എല്ലാവരും സന്തോഷമായിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട സന്യാസി ചോദിച്ചു, നീ ആരെയാണ് ഇത്ര സന്തോഷത്തിൽ കണ്ടത്? അരയന്നത്തെ വെളുത്തു തുടുത്തിരിക്കുന്നു. എങ്കിൽ നീ പോയി അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്നവരെയൊക്കെ കണ്ടിട്ട് എൻ്റെ അടുത്ത് വായോ. അത് സമ്മതിച്ച് കാക്ക പോയി. കാക്ക അരയന്നത്തോട് ചോദിച്ചു, അരയന്നമേ, നീ സന്തോഷവതിയാണല്ലോ. ചോദ്യം കേട്ട അരയന്നം മീൻ പിടിക്കാൻ നോക്കിയിരുന്ന തലയുയർത്തി ചോദിച്ചു, നീ എന്താ പറയുന്നേ? ആകെ ഈ വെള്ളനിറം മാത്രം ഉള്ളൂ, വേറൊരു കളറും എൻ്റെ ദേഹത്തില്ല. പിന്നെ ഒരു ആശ്വാസം, സങ്കടം കൂടുമ്പോൾ ഈ വെള്ളത്തിലൊന്നും മുങ്ങാൻ പറ്റും, അത്ര തന്നെ. അപ്പോൾ നീ സന്തോഷവതിയല്ല അല്ലേ? അരയന്നത്തിൻ്റെ അഭിപ്രായത്തിൽ തത്തയാണ് സന്തോഷവതി. അത് കേട്ട് കാക്ക കൂട്ടിലിട്ടൊരു തത്തയുടെ അടുത്തെത്തി. എന്തു ഭംഗിയാ നിന്നെ കാണാൻ, നീ സന്തോഷവതിയാണല്ലേ. ഈ കൂട്ടിൽ കിടക്കുന്ന ഞാനോ? ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഞാൻ ഈ കൂട്ടിൽ തന്നെ. തത്ത പറഞ്ഞു, മയിലിനെയാണ് കൂടുതൽ ഭംഗി, അവളാണ് സന്തോഷവതി. ഇത് കേട്ട കാക്ക ശരിയാണ്. മൃഗശാലയിലെത്തി മയിലിനോട് പറഞ്ഞു, നീ എത്ര സന്തോഷവതിയാണ്, നീ പീലി വിരിച്ച് നൃത്തം ചെയ്യുന്നത് കാണാൻ എത്ര പേരാണ്. ഇത് കേട്ടതും മയിൽ കാക്കയുടെ അടുത്തേക്ക് ചീറിപ്പാഞ്ഞു വന്നു. മിണ്ടാതെ ഇരുന്നോ, നീ എൻ്റെ സ്ഥാനത്തൊന്നിരുന്നു നോക്ക്. രാവിലെ മുതൽ തുടങ്ങിയ നൃത്തമാണ്. എൻ്റെ പീലികൾ കുരുത്തം കെട്ട കുറേ പേർ വന്ന് പറിച്ചെടുത്ത് ഉപദ്രവിക്കും. തുടങ്ങിയ നൃത്തം അവസാനിപ്പിക്കണ്ടേ എന്ന് കരുതി വീണ്ടും വീണ്ടും നൃത്തം ചെയ്യുന്നതാ. ഇത് കേട്ട കാക്കയ്ക്ക് തോന്നി വരണ്ടായിരുന്നു എന്ന്. മയിൽ കാക്കയോട് പറഞ്ഞു, ഞാൻ ഈ ലോകത്തിൽ കണ്ട സന്തോഷമുള്ളവർ കാക്കകളാണ്. ഞാൻ എന്നും അവരെ നോക്കിയിരിക്കും. എന്ത് സ്വാതന്ത്ര്യമാണ്, കൂട്ടിൽ കിടക്കണ്ട, നൃത്തം ചെയ്യണ്ട. ഇതു കേട്ട കാക്കയ്ക്ക് തോന്നി, ശരിയല്ലേ, താനാണ് ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷവതി. കാക്ക തിരിച്ച് സന്യാസിയുടെ അടുത്തേക്ക് പോയി. നമ്മുടെ ജീവിതവും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുമ്പോൾ ദൈവം അനുഗ്രഹിക്കുമെന്നേ പ്രഭാഷകൻ 39-ാം അധ്യായം 33-ൽ പറയുന്ന പോലെ, കർത്താവിൻ്റെ പ്രവർത്തികൾ ഉത്തമമാണ്, യഥാസമയം അവിടുന്ന് ആവശ്യങ്ങൾ നിറവേറ്റുന്നു. ആ ദൈവത്തിൽ നമ്മുടെ ജീവിതം പൂർണ്ണമായി അർപ്പിച്ചുകൊണ്ട് മുന്നേറാൻ നമുക്കെല്ലാവർക്കും സാധിക്കട്ടെ.